സ്പേസ് ട്രാവൽ. ഇന്നത്തെ റെസിപ്പി ഒരു മധുരാണ്. പായസം വെക്കുകയാണ്. അപ്പോൾ പൂരങ്ങളും ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിക്കൊന്ന് പായസം വെച്ച് നോക്കൂ കേട്ടോ. അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇൻസ്റ്റൻ്റ് അടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അട ഇതേ നല്ല തിളച്ച വെള്ളത്തിൽ അടയിട്ടിട്ട് ഒരു ഏകദേശം ഒരു കാമണിക്കൂറോളം, ഒരു 15 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റ് നമ്മളിത് ആ തിളച്ച വെള്ളത്തിൽ അടയിട്ട് മൂടി വെച്ച് വെക്കാം. ഒരു 20 മിനിറ്റ് നമ്മൾ വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മളത് ഒന്ന് കുറച്ചും കൂടി അതൊന്ന് ഊറ്റിയെടുത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അതിലത്തെ ആ വെള്ളമൊക്കെ കളഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ 3 പാലും എടുത്തോളൂ. അതിൽ 3-ാം പാലിലാണ് നമ്മൾ അട വേവിക്കുന്നത്. നമ്മൾ പായസം വെക്കാൻ ഉരുളി എടുത്തിട്ടുണ്ട്. അതിൽ 3-ാം പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ അട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു വേവ് കഴിഞ്ഞതാണ്. അട നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഒരു വേവ് കഴിഞ്ഞതാണ്. ഇനി ഇതിൽ കിടന്നിട്ട് ഒരു വേവും കൂടി വേണം. ഈ 3-ാം പാലൊന്ന് വറ്റി വരണം. ഒരു 5-10 മിനിറ്റ് ആയിട്ട് അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും ഒന്ന് നന്നായിട്ട് ചേർന്ന് നല്ലോണം വറ്റി വരണം. എന്നിട്ട് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ പായസം ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കും. ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉരുക്കി വെച്ചതാണ്. ഇനി നന്നായി ഇതുപോലെ ശർക്കരയും ഒക്കെ ചേർന്ന് വരട്ടെ. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒക്കെ പാകമായിട്ട് മധുരമൊക്കെ പാകമാണ് കേട്ടോ. ഓരോരുത്തർക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1-ാം പാല് 2 പാലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ഇടുന്നത് കുറച്ച് ചെറിയ 1/4 ടീസ്പൂൺ ജീരകം, ചെറിയൊരു കഷ്ണം ചുക്ക് പൊടിച്ചത്, കുറച്ച് ഏലക്കായ, അതെല്ലാം കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. അധികം തിളക്കണ്ട. ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുന്തിരിട്ട് കൊടുക്കാം. പായസത്തിലേക്ക് നമുക്ക് ആ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഈ വിധത്തിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.